കയറ്റാൻ വേണ്ടി സ്ട്രെച്ചറൊക്കെ കയറ്റാൻ സ്ട്രെച്ചർ കയറ്റി ചിലപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ഓഫീസിൻ്റെ അടിഭാഗം പിന്നെ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഫ്രീസർ കാറിലൊക്കെ വെക്കുമ്പോൾ അടയ്ക്കുക. നമുക്കപ്പോൾ ഓട്ടമുണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാലല്ല 12 മണിക്ക്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഒരു ഓട്ടമാണ് നമുക്ക്. അപ്പോൾ പറയാനാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു 12 മണിയായി. അപ്പോൾ നമ്മൾ ഭയങ്കര മഴയാണ് പുറത്ത്. ഇവിടെ പാമ്പൂര് MLA റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വെള്ളം കയറി ഇപ്പോൾ റോഡിലേക്ക് വെള്ളം കയറാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ റോഡൊക്കെ മുങ്ങുമെന്ന് തോന്നുന്നത്. അത്രയ്ക്ക് വെള്ളമായിട്ട് കിടക്കും. മഴക്കാലൊക്കെ വിഷയമാണ് ഗൈസ്. കാരണം വെച്ചാൽ ഇപ്പം തന്നെ ഞാനിപ്പോൾ മുതുവറ ഒരു ഓട്ടം വന്നോ ഇവിടെ നിന്ന് നമുക്ക് ഒരു ശ്മശാനത്തേക്ക് പൂർണ്ണ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമ്മൾ കണ്ട ഇവിടെ ഉള്ളേരിയാണ്. ഉള്ളേരിയ എങ്ങനെയാണ് നമുക്ക് നിറമൊക്കെ ആയി കഴിഞ്ഞാൽ കണ്ട അവിടെയൊക്കെ ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് കാണും. ഒക്കെ എയർ പിടിക്കും, അപ്പുറത്ത് പിടിക്കും, വെള്ളമൊക്കെ കാണാൻ പറ്റില്ല കേട്ടോന്നാ. അപ്പോൾ ഈ ഉള്ളേരിയൊക്കെ എടുത്ത് ആകെ ചടപ്പാവും. ചടപ്പ് മീൻസ് വണ്ടി താവുമോ, അതേപോലെ എന്താ പറയുക തട്ടുമുട്ടലും, അതേപോലെ നമുക്ക് കാണില്ല. മഴ കൊണ്ട് എവിടേക്കാണ് കൊമ്പും ചില്ലുണ്ടോ വേറെ എന്തെങ്കിലും ഒന്നും കാണില്ല. ഭയങ്കര ഇഷ്ടം മഴയൊക്കെ കഴിഞ്ഞ കേസ്. അങ്ങനെ നമ്മൾ പാറമേക്കാവ് ശാന്തി വീട്ടിലെത്തിരിക്കുകയാണ്. സംഭവം ശ്മശാനാണെങ്കിൽ പോലും ഇവിടെ ഒരു വന്നു കഴിഞ്ഞാൽ പ്രത്യേകത ഒരു പോസിറ്റീവ് എനർജിയാണ്. അത്രയും അടിപൊളി സ്ഥലം അവിടെ. അങ്ങനെ നമ്മൾ പാറമേക്കാവ് നിന്ന് തിരിച്ചു ആ വീട്ടിലെത്തി. നമ്മൾ ഫ്രീസർ കയറ്റാൻ നോക്കുകയാണ്. ഫ്രീസർ കയറ്റാൻ നമുക്ക് സ്ട്രെച്ചർ ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ സ്ട്രെച്ചർ ആദ്യം മാറ്റണം. അതായത് നമ്മളെ സീറ്റിൽ ഇത് കണ്ട നമ്മൾ പായ വിരിച്ച് അത് കഴിഞ്ഞ് ടാർപ്പായ ഇട്ട് അതേപോലെ തുണിയൊക്കെ വെച്ച് അത്രയും പക്കയായിട്ട്, അതായത് ഒന്നുമില്ല സീറ്റ് കയറുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് അത് നമ്മൾ ആ സ്ട്രെച്ചറൊക്കെ സൈഡിൽ വെച്ച് എന്നിട്ട് നമ്മൾ ആ സെറ്റോടൊക്കെ നമ്മൾ പൊക്കിയിട്ട് ആ സീറ്റിൽ വെക്കുക ചെയ്യുക. അതായത് വേറെ ഒന്നുമില്ല, ഇത്ര സാധനങ്ങളൊക്കെ ഇടാൻ കാരണം വെച്ചാൽ നമ്മൾ സീറ്റ് കയറുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കറക്റ്റാക്കി അത് കഴിഞ്ഞ് നമ്മൾ അതൊരു കയറുകൊണ്ട് അത് മുകളിലേക്ക് കെട്ടി വയ്ക്കും. ഓഫീസിലേക്ക് പോകണം. സമയപ്പോൾ 2:30 ഭക്ഷണം കഴിച്ചില്ല. ഭക്ഷണം കഴിക്കണം. രാവിലെ ഭക്ഷണം പോണേക്ക് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടല്ലോ. പുഴയോരം MLA റോഡ് കവിഞ്ഞൊഴുകി ഉണ്ടാ. പാലത്തിനൊപ്പരി വെള്ളം പോകാൻ തുടങ്ങി. ബൈക്കൊക്കെ വരണോക്ക്. എന്താ റോള്. എന്തായാലും കഴിച്ചേക്കാൻ ഭക്ഷണം. ഹബീബി നമസ്കാരം. അതെല്ലാം വന്നു. ചോറിനലൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പോകണമെങ്കിൽ ബിജുവാൻ്റെ വർക്ക്ഷോപ്പ് വരുന്ന കയറണം. കാരണം വെച്ചാൽ ഇന്നലെ നമ്മൾ ആ ടാങ്കിൻ്റെ ഇത് റെഡി ആയിട്ടില്ല. ഇപ്പോഴും ഇതേപോലെ നോക്കട്ടോ മനസ്സിലാം. ഫുൾ ടാങ്കായി നിൽക്കുക. ഫുൾ ടാങ്ക് ആവാൻ ഫുൾ ടാങ്ക് റീസലൊന്നും ഇല്ല വണ്ടിയിൽ. അവസ്ഥ കാണിച്ചു നടന്നു വന്ന് വെള്ളത്തിലൊക്കെ നിന്നിട്ട് അതാ പടി എന്താ എങ്ങനെ വൻകാനുള്ള പണി.
കണ്ട റോഡ് ഫുള്ള് വണ്ടികളാണ്. വർക്ക്ഷോപ്പാണ്. അതാണ് നമ്മുടെ ഗ്യാരേജ്. നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സഞ്ജു, ഇവിടുത്തെ എല്ലാമായ മെയിൻ മെക്കാനിക്. പിന്നെ വടക്കുനാഥൻ ട്രാവലറിന്റെ ഡ്രൈവർ അനീഷ് മുഖർജി. ഇതാണ് നമ്മുടെ വിഷ്ണുട്ടൻ. ആളെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. മെയിൻ മെക്കാനിക്കാണ് ഇവിടുത്തെ. കഴിവുകൾ അപാരം. കഴിവേറിയാണ്, ഒരു കഴിവേറിയാണ് ഗൈസ്. അതായത് കഴിവേറിയവൻ. ഇത് സഞ്ജുവിൻ്റെ അനിയൻ, സഞ്ജു പറഞ്ഞവൻ വിഷാണ് ഗൈസ്. നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ വണ്ടി പണിയാറ്. വിഷ്ണുട്ടൻ നമ്മളത് റെഡി ആയിട്ടില്ല. വയർ മാറ്റി കൊടുത്തു ഞാൻ. വയർ മാറ്റി കൊടുത്തപ്പോൾ സാധനം പൊന്തി. പക്ഷെ ഫുൾ ടാങ്ക് അല്ല, അതിന്റെ തൊട്ടടിയിൽ നിൽക്കണ്. എന്നിട്ടാ അയ്യോ ഇപ്പൊ എന്ത് ചെയ്യാ? മാറണം. ടാങ്ക് ഇറക്കണോ? പണി വേണല്ലോ ശരാ. പണി പാടി ഓക്കെ. നമ്മൾ നൈസ് പണി കുറിച്ച് വന്നാൽ നോക്കുമ്പോൾ നമ്മൾ മൂഞ്ചിണ്ട് ഉണ്ടായില്ല. അതേപോലെ അങ്ങനെ ഡെയിലി പുഷപ്പ് നിർക്കണ്ട. ശരി, ഡെയിലി തന്നെ പണി തെറ്റാണ്. ബേസ്ത്രീയുടെ അത് മാറേണ്ടി വരുന്നതാണ് പറഞ്ഞു വരുന്നപ്പോൾ. അപ്പോൾ നമ്മളെ ഫ്ലോട്ട് യൂണിറ്റ് മാറേണ്ടി വരുന്നതാണ് ഇവർ പറയണത്. നോക്കാം. അങ്ങനെ നമ്മൾ വിഷ്ണുവേട്ടൻ മെക്കാനിക്ക് വിഷ്ണുവിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരിയാണ് പറഞ്ഞത്. തിരുനോയതല്ലേ? ചെമ്പിക്കൽ. മാരേജ് അറിയാം. മാരേജാ രണ്ടും കൂടിട്ടാ? ലവ് വിത്ത് അറേഞ്ചാ? നിങ്ങളെല്ലാം ആളുണ്ട് സംഭവം. ഇനി അടുത്തത് സഞ്ജുവിന്റെ കല്യാണമാണ് കൈ. സഞ്ജു മിക്കവാറും മറ്റേ എല്ലാവരും അന്തരീക്ഷ അതല്ല മറ്റൊന്ന് കല്ലുമാല ആ സാധനം വരും. അല്ല സഞ്ജു? സഞ്ജു ഇവരുണ്ട്. എങ്ങനെയുണ്ട് പറ. ഗൈസ് നമ്മുടെ വണ്ടി പറഞ്ഞ പോലത്തെ വീഡിയോസ് അനീഷാണ് കാണുന്നത്. അത് നിക്കണ വണ്ടി എന്തിനാ അത് പറഞ്ഞേ? കേക്കട്ടത് അനീഷാണ് നാടായി ഗൈസ്. ഗൈസ് നമ്മുടെ ഫോളോവേഴ്സ് ഹായ് വരുന്നത്. എന്ത് പേര്? ആണല്ലേ? ഓക്കെ, ചായ കുടിക്കാം. ക്രീമണ്ണത് ക്രീമണ്ണ് കഴിക്കാം നമുക്ക്. ക്രീമണ്ണ് കുറച്ച് ദിവസമായി കഴിക്കണം കേൾക്കണം. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. കവറട്ടോ ഈ ഒരു ക്രീം കണ്ണ് മേടിച്ചിട്ട് പോയാൽ അവിടെ ഉണ്ടാവും. ആ ക്രീമിൽ സണ്ടർ അടിക്കും. അതന്നെ അങ്ങനെ വരണം. ആ ക്രീമിന് പുറത്തേക്ക് വരണം. അപ്പോഴൊരു സുഖമുള്ളൂ. നമ്മളങ്ങനെ ക്രീം പല്ല് കഴിച്ചു. ക്രീം പല്ല് രക്ഷയില്ല. നമ്മളെ വഴി എവിടെന്ന് വെച്ചാല് ഊർക്കട്ടയിൽ നമ്മൾ ചെയ്യാരത്തിൽ കൂടെ പുല്ലൂർക്കട്ടയില്ലേ ആ വഴി കയറി കുട്ടറോടത്തുള്ള കട.
അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക ഡീസലിൻ്റെ മറ്റേ ഫ്ലോട്ട് മീറ്റർ വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളെ സുഹൃത്തിനെ കണ്ടുപിടിച്ചിട്ട് നമ്മളങ്ങനെ അവനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ പോട്ടെ. നമുക്ക് എവിടേക്ക് പോകണ്ട അറിയോ? നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണത്. നമ്മളെ ആംബുലൻസ് ഒന്നുമല്ല. ഇങ്ങനെ ബോർഡ് പിടിച്ച് പോകുമ്പോൾ ബ്രേക്ക് കിട്ടുമോ? നിങ്ങളെ ഓട്ടോറിക്ഷക്കാരെ ചെരിഞ്ഞെടുത്ത് ഇരുന്ന് പോണേ. നമ്മുടെ സ്വന്തം സൂപ്പർ സാധനം കിട്ടിയ 440 രൂപ. പക്ഷെ 410 സാധനം കിട്ടി. 410 രൂപ. അമ്മേ പോവാം. ഇനി നമുക്ക് നമ്മളെ വണ്ടി ഓർത്തേക്ക് ചക്കര കിടക്കണേ. നമ്മളെത്തിയിട്ടുണ്ട്. എന്തിട്ട് ഭായ് എത്ര പറയും? കുറിച്ച് പൈസ വിളിച്ചത് പിന്നെ നമ്മള് പോവാണ് ഗൈസ്. നമുക്ക് എപ്പോഴും നോക്കിയാൽ പൈസ എങ്ങനെ നടക്കുവോ അങ്ങനെ വെച്ചിട്ട് പൈസ അങ്ങനെ നമുക്ക് 2 ഓട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് പറയുമ്പോ എന്താ പറയാ ഒരു ഫ്രീസറൊക്കെ ഉണ്ടായിരുന്നു. ആകെ മഴയത്ത് നനഞ്ഞ് കുളിച്ച് ഫ്രീസറൊക്കെ വെച്ച് ആ വീട്ടിലൊക്കെ ഫ്രീസർ വെക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. അതായത് ഒന്നുമല്ല, ഭയങ്കര കൺജസ്റ്റഡായിരുന്നു സ്ഥലം. കുറെ ഫ്രീസറൊക്കെ വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓഫീസിൽ പോകണം. നമ്മളൊരു പടത്തിന് പോകണമെന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. നരിവേട്ടയ്ക്ക് കുറച്ച് ദിവസമായി വിചാരിക്കുന്നത് പടത്തിന് പോകണം. നമ്മുടെ കാര്യങ്ങളിൽ പറഞ്ഞ മാതിരി പടത്തിന് പോവും. ചിലപ്പോ ഓട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ തിരിച്ചു ഓടേണ്ടി വരും. കാരണം വഴിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പണിയും മൂവിയൊക്കെ ഞാൻ 2 പ്രാവശ്യം പോയി കണ്ടു. 2 3 വട്ടം കണ്ട പടം മുഴുവനാക്കിയില്ല. കാരണം പണിക്ക് കയറിയപ്പോ 2 പ്രാവശ്യം എനിക്ക് കേട്ടോ. എന്നിട്ട് അങ്ങനെ അപ്പൊ അതുകൊണ്ടൊക്കെ കാര്യങ്ങൾ പടത്തിന് പോകണം വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. നമ്മളങ്ങനെ ഓഫീസിൽ കയറിയതായിരുന്നു. അപ്പൊ നമുക്കൊരു പൂതി പടത്തിന് പോവാം. നരിവേട്ട പടത്തിന് പോവാം. നമുക്ക് പടത്തിന് പോകുമ്പോൾ നമ്മൾ വണ്ടി കൊണ്ടേ പോകുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഓട്ടോ വന്നാൽ പോകണ്ടേ. എപ്പോഴും ഓട്ടോ വരുന്ന പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ദീപയിലേക്ക് പോവാണ് പടം കാണാൻ. വണ്ടി ഇവിടെ ഇട്ടുണ്ട്, റോഡ് സൈഡ് പാർക്ക് ചെയ്തിട്ടുണ്ട്. പടത്തിന് പോവാം. നരിവേട്ട